ത്തിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി ബൈബിൾ തുറന്ന് വളരെ ക്ലിയറായിട്ട് അങ്ങ് പോകാം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. ശ്രദ്ധയോടെ ഇരിക്കണം. ബൈബിളിനകത്ത് 3 ലോകങ്ങൾ. ഒന്നാമത്തെ ലോകം പുരാതന ലോകം. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഒന്നാം ലോകം. അതിന് സയൻസ് മൂലഭാഷയിൽ വിളിക്കുന്ന പേരുണ്ട് യൂണിവേഴ്സ്. അത് പോയി നോഹയുടെ കാലം. ഇന്നത്തെ ലോകം രണ്ടാമത്തെ ലോകം. ഇതിന് വിളിക്കുന്നത് അയോൺ. പത്രോസ് അപ്പോസ്തലൻ പജേറോ എന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? പത്രോസ് ലീഗ 2 പത്രോസ് 3:10 കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുക. മൂലപദാർത്ഥം വെന്ത് പോവുക. മൂലപദാർത്ഥം വെന്തും അത് ഭൂമിയിലെ പണികളെല്ലാം കത്തിയഴിഞ്ഞു പോകുന്ന ഒരു കാലം. അതാ അയാൺ. അതുകൊണ്ട് നമ്മ കുഞ്ഞുങ്ങൾ അരുമയാന പാടലെ കൊടുക്കത്. ചൂള പോലെ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. അങ്ങനെ ഒരു പാട്ട് മുന്നാടി തമിഴ് മക്കൾ കേട്ടിരിക്കുന്നതാ? ഇല്ല. അന്ത പാട്ടെല്ലാം പോയി. ഇന്ന നാൾക്കളിലെ കുമരി മാവട്ടത്തിലും വരുന്ന പാട്ട് സട്ടി മാറും, കൊട്ട മാറും, കലം മാറും, നിനക്ക് പെരിയ ആശീർവാദം കിടക്കും. സ്വോത്രം. ഇന്നത്തെ സുവിശേഷ യോഗം എന്താ? എല്ലാ സുവിശേഷ യോഗവും മാറി. കർത്താവിൻ വരവില്ല, രക്ഷയില്ല, മാനസാന്തരമില്ല, ജ്ഞാനസ്നാനമില്ല. യേശു അപ്പായെ കണ്ട എന്ത് കിടക്കും? വെളുത്ത പെണ്ണെ കിടക്കും, കറുത്ത കാറെ കിടക്കും, കാനഡയ്ക്ക് വിസ കിടക്കും. അന്ത മാതിരി തട്ടിപ്പ് സുവിശേഷം എല്ലായിടത്തും വന്ന്. അതൊക്കെ നല്ലതാ. രക്ഷയുടെ ടിക്കറ്റ് ഇല്ലാതെ നിങ്ങൾ അക്കരെ നാട് കയറാതെ അതുക്ക് താൻ എന്താ സുവിശേഷ കൂട്ടങ്ങളെ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല അരുമயான പാടൽ പിൻകാലങ്ങളിൽ പിള്ളേകൾ സ്റ്റേജുക്ക് കവലക്കും പാടും. ചൂള പോലെ കത്തുന്ന നാൾ വരുന്നതാ, അമ്പര ചുംബികൾ കെട്ടിടങ്ങളെല്ലാം കടുന്തൂക്കിൽ വീഴും. അന്ത അരുമயான പാടൽ. അത് കഴിഞ്ഞിട്ട് മൂന്നാമതൊരു ലോകം വരും. അത് താൻ പൊതുവാന ഭൂമി. വെളിപ്പാട് പുസ്തകം 21:2 ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അന്നത്തെ കാലത്തെ പ്രത്യേകത എന്താ? നമ്മുടെ കോതയാറിൽ അരിക്കൊമ്പരുമായിട്ട് കുഞ്ഞുങ്ങൾ ക്രിക്കറ്റ് കളിക്കുമെന്ന്. സന്തോഷമില്ലല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പ്രത്യേകത എന്താ? റോസമ്മാമ റോസയെ പിടിച്ചാൽ മുള്ള് കാണത്തില്ല. ചിന്നമ്മാമ പാവയ്ക്ക കടിച്ചു കഴിഞ്ഞാൽ കയ്പ് കാണത്തില്ല. തോമാച്ചൻ തെങ്ങ കയറി തെങ്ങ ചെത്തിയാൽ കൂമ്പ് ചെത്തിയാൽ കള്ള് കാണത്തില്ല. അതിനുശേഷം ടെറസിനകത്ത് കഞ്ചാവ് വളർത്തുന്ന സിൽവ്യപുരത്തെ അച്ചായൻ കഞ്ചാവ് ചെടി വിഷം കാണാത്തൊരു കാലം. അന്ത കാലമാ പൊതുവാന ഭൂമി. വൈക്കോമിന പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ ചാലുകൾ ഏറ്റവും നിർണായകമായി മത്തായി 24, 32, 33, 34 അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പേൻ. അതിൻ്റെ കൊമ്പിളതാ ഇല തളർക്കുമ്പോൾ വേനൽ ഇസ്രായേൽ. അതിനെ വെച്ചായിരിക്കും ഈ രാത്രിയിലെ പ്രഭാഷണം. 3 മരങ്ങൾ ബൈബിളിനകത്ത് ഇസ്രായേലൊക്കെ കേട്ടിരിക്കുന്നത്. ഒന്നാമത്തെ മരം അത്തി. അത്തിയവൻ്റെ രാഷ്ട്രീയം. നിങ്ങൾ കൈകളിലിരിക്കുന്ന ബൈബിളിൽ ഒന്നാമത് മരത്തുക്കളിൽ കേട്ടിരിക്കുന്നത് അത്തിമരം. ഹോശയ്യ 9:10 இந்த പ്രവചന കടിതങ്ങൾ. ഹോശയ്യ 9:10 അത്തിവൃക്ഷത്തിൻ തലക്കനി പോലെ നിൻ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. ഇസ്രായേൽ. 2 മുന്തിരി. അവൻ്റെ ആത്മീയത്തെ കാണിക്കുന്നു. യോഹന്നാൻ സുവിശേഷ കൂട്ടങ്ങളിൽ യോഹന്നാൻ ചൊല്ലുന്നത്, യോഹന്നാൻ 15:2 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും വെട്ടിക്കളയുന്നു. മുന്തിരി അവൻ്റെ ആത്മീയം. 3 മരങ്ങളോട് ഇസ്രായേൽ. നമ്പർ 1 അത്തിരാഷ്ട്രീയം, മുന്തിരി അവൻ്റെ ആത്മീയം. മൂന്നാമത്തതാ സൗന്ദര്യം. ഇസ്രായേലിലെ സൗന്ദര്യം. സങ്കീർത്തനം 108 സംഗീതമേ 128 വാസിക്കരുത്. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം പാറശാല പ്രശാന്തി പോകത്തില്ല. നിന്റെ വീട്ടിലുള്ള നിൻ മനൈവി കർത്തമത്ത് ചന്ദനമഴയെ കാണത്തില്ല. അന്തമാതിരി അരുമയാൻ ഒരു സംഗീതം ഇരിക്കുന്നത്. യാർക്കത് തെരിയും? എൻ്റെ കല്യാണക്കൂട്ടുകൾ തിരുമണമാച്ച് പിന്നെ ഊളിയക്കാർ ഇങ്ങനെ ഒരു കാര്യം വായിക്കും. സങ്കീർത്തനം 128 യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വീട്ടിലെത്ത്. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ കുളന്തകൾ പിള്ളകൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെയും ഇരിക്കും. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. അരുമயான സംഗീതം. ഇത് താൻ കല്യാണത്തിന് ഭാഷിക്കരുത്. அந்த சமயம் நீங்கள் இந்த சங்கீதத்தை கேட்க முடியாது. நீங்கள் ஃப்ரைட் ரைஸ் சாப்பிடுறதுக்கு நிற்க நாங்கள் பாஸ்டர்மார் கவரை நோக்கி பார்த்து நிற்க. சோத்திரம். ஏதோ ஒரு ஐயா பேசுகிறது. அதுதான் 3 മരങ്ങളോട് ഇസ്രായേൽ. 1 അത്തി രാഷ്ട്രീയം, 2 മുന്തിരി അവൻ്റെ ആത്മീയം, 3 ഒലിവ് അവൻ്റെ സൗന്ദര്യം. കടക്കാം യെരൂശലേം. ഇനി ഒരു 15-20 മിനിറ്റ് ഒരു വാക്യവും വായിക്കത്തില്ല.
നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ആരാ യെരൂശലേം? അന്തിമ യുദ്ധം എവിടേക്ക്? ശ്രദ്ധയോടെ ഇരിക്കണമേ. ഇനി എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ബൈബിളിലേക്ക് കിടക്കുക. ബൈബിൾ 6000 വർഷങ്ങൾക്ക് പിറകില മനുഷ്യന്റെ ഹല്ലേലൂയ ജനനത്തെക്കുറിച്ചും ഉലകത്തിന്റെ തുടക്കത്തെക്കുറിച്ചും രേഖപ്പെടുത്തുന്നത്. ബൈബിളിനകത്ത് 10 യുഗങ്ങളുണ്ട്. ഒന്ന് ആദിക്ക് മുമ്പ് അനാദി. അനാദിയുടെ പ്രത്യേകത, ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. ദൂതസംഘത്തിൽ ഒരുവനുണ്ടായിരുന്നു. അവനായിരുന്നു വർഷിപ്പ് ലീഡർ. അവൻ പേര് താൻ ലൂസിഫർ. ലൂസി പ്രകാശം, ഫെർ രശ്മി. അവൻ ദൈവത്തോട് മറുതലിച്ചു, വെട്ടേറ്റു വീണു. ആ വെട്ടേറ്റു വീണ ദൂതന പിന്നത്തതിൽ പിശാചായത്. യെശയ്യാ പ്രവചനം രേഖപ്പെടുത്തി, അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റു വീണതെങ്ങനെ? അങ്ങനെയെങ്കിൽ ദൂതന്മാരുടെ യുഗം കഴിയുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ശ്രദ്ധയോടെ ഇരിക്കണം. അത് ഉൽപ്പത്തി 1. ഇനിയെല്ലാം പഴയ നിയമം മുതൽ ഇസ്രായേലിലേക്ക്. ഉൽപ്പത്തി 1 പ്രത്യേകത, ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഉൽപ്പത്തി 1 പ്രപഞ്ചത്തിന്റെ സൃഷ്ടി. ഉൽപ്പത്തി 2 മനുഷ്യന്റെ സൃഷ്ടി. എവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു? എല്ലാവരും പറയും ഇറാഖിൽ ഏദൻ തോട്ടത്തിലല്ല. ബൈബിളിനകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചത് ഇറാഖിന്റെ ഏദൻ തോട്ടത്തിലൊന്നുമല്ല. ശ്രദ്ധയോടെ ഇരിക്കണം. ഇറാഖിന്റെ വടക്കേറ്റത്ത് ഒരു നദി ഒഴുകുന്നു. ഇന്ന് രാത്രി ചിന്തിക്കും. ആ നദിയുടെ പേരാ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി. അതിന്റെ അക്കരെ ഒരു മണ്ണുണ്ട്. ആ മണ്ണിന്റെ പേരാ എത്യോപ്യ. എത്യോപ്യയിൽ നിന്ന് 6 ഘടകം സ്വർഗം എടുത്തു. 1 സാദൃശ്യം, 2 സ്വരൂപം, 3 തേജസ്, 4 ബഹുമാനം, 5 അധികാരം, 6 ജീവശാസം, 7ാമത്തെ ഘടകം നിലത്ത പൊടിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ മെനഞ്ഞു. നിലത്ത പൊടിയിൽ നിന്ന്. ഇന്ന് രാത്രി പലരും പറയാറുണ്ട് മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. മണ്ണിൽ നിന്നല്ല മനുഷ്യനെ മെനഞ്ഞത്, പൊടിയിൽ നിന്ന്. മണ്ണിന്റെ പ്രത്യേകത, 97 മൂലകങ്ങൾ മണ്ണിനകത്തുണ്ട്. അതിന്റെ കട്ടിമൂലകമാണ് പൊറോക്സോൺ. അതിനെ മാറ്റിയിട്ട് നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനയുവാനിടയായി. ബൈബിളിനകത്ത് റെഫറൻസ് ഉണ്ട്. ഉൽപ്പത്തി 2:17 നിലത്ത പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞു. നമുക്ക് ഒരു നിമിഷം കരങ്ങൾ ഉയർത്താം സ്വർഗത്തിലേക്ക്. അല്പച്ചാറ്റൽ മഴയുണ്ട്. ഇന്നലെയും ഇതേപോലെ ഈ സമയത്തുണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൈവം ഇത് മാറ്റുവാനും നമ്മുടെ പിള്ളകൾ കരിമയാന വചനത്തെ കേൾക്കുവാനും അൻപ് ദേവനെ ആരാധിപ്പാനും ഇന്ന നാൾക്കളിൽ ഞങ്ങൾ ഒരുമിച്ച് കരമുയർത്തി അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ എൻ സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമി സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്ന് വരുമെങ്കിൽ ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഈ ചാറ്റമട ഇപ്പോൾ തന്നെ 4 കിലോമീറ്ററിലേക്ക് മാറട്ടെ. ആണ്ടവരിൻ മഹിമയിൻ കര ഇൻ ദ നൈറ്റ് അങ്ങ് വെളിപ്പെടുത്തുമാറാകട്ടെ. അപ്പച്ചാ, ഞങ്ങളുടെ കുറവുകൾ നോക്കരുത്. ഞങ്ങൾ അങ്ങയുടെ പിള്ളകൾ, അങ്ങയുടെ മക്കൾ. ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യോ. ഇപ്പോൾ തന്നെ ചാറ്റമഴ അങ്ങ് മാറ്റിയതിനായി നന്ദി. വിശ്വസിച്ചാൽ ദൈവത്തിൻ മഹത്വം കാണും. സ്വർഗം അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. കരങ്ങളെ തട്ടി കർത്തർക്ക് മഹിമയായി. இந்த പക്കത്തിൽ നിന്ന് മഴയെ കാറ്റെല്ലാം കർത്തർ മാറ്റിയതിനായി നന്ദിയോടെ സ്തോത്ര. നമ്മുടെ യേശു അപ്പച്ചൻ ജീവിക്കുന്നു. കരമുയരുന്നില്ലല്ലോ. ഞങ്ങളുടെ യേശു അപ്പച്ചൻ ഇന്നും ജീവിക്കുന്നു. 7 മക്കളുടെ കണ്ണീര് പാക്കത് അവർ വിടുതലിൽ കരമിറങ്ങി വരുത്. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിരിക്കണം. സമാധാനത്തിൽ നമ്മുടെ സ്തോത്രം പറഞ്ഞിരിക്കാം. മഴയൊന്നും വരത്തില്ല. அங்கே அம்மச்சிமார் உட்கார பறவையில்லை. சின்ன குழந்தையுமாய் வந்த சகோதரிமார் உள்ளே இருக்குது. அதுக்கொன்றும் பறவையில்லை. யாருமே இங்கே இருந்தாலும் ഒരു വിഷയമില്ല. മഴയൊന്നും വരത്തില്ല നമ്മുടെ അപ്പച്ചൻ കാൽക്ക്. ഇന്ന് രാത്രി എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് കുഞ്ഞുങ്ങൾ ബൈബിൾ തുറന്ന് ക്ലിയർ ആയിട്ട് നോക്കണം. എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് 6 ഘടകം സ്വർഗം എടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസം. 7ാമത്തെ ഘടകം. എല്ലാവരും എനി സ്റ്റുഡൻറ് സ്റ്റഡിങ് ഇൻ ദിസ് മെത്തേഡ് ദ സെക്കൻഡ് ഈവനിങ്. മണ്ണിൽ നിന്നല്ല, സോയിലിൽ നിന്നല്ല മനുഷ്യനെ മെനഞ്ഞത്. മണ്ണിനകത്ത് 97 മൂലകമുണ്ട്. ആ കട്ടി മൂലകം പെറോക്സോൺ. മണ്ണ് ഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സാധനം കിട്ടും. അതിൻ്റെ പേരാ പൊടി. ബൈബിളിക്കുള്ള ഇരിക്കത് പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞിരിക്കത്. എന്താ പൊടിയുടെ പ്രത്യേകത? പറയാം ശ്രദ്ധയോടെ. എന്താ പൊടിയുടെ പ്രത്യേകത? മണ്ണിൽ നിന്ന് ഫിൽട്രേറ്റ് ചെയ്യുന്നത് ആ പൊടി. ഏകദേശം 17 മൂലകങ്ങൾ ബൈബിളിനകത്തുണ്ടോ. പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ഉൽപ്പത്തി 2:17 നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. 2 യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും പൊടിയിൽ. അത് കഴിഞ്ഞ് ദാനിയേൽ 12:2 നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സങ്കീർത്തനം 90 എവിടാ?
അഹരോന്റെ മരണം കാണുമ്പോൾ മോശ ഇങ്ങനെ ഒരു സംഗീതത്തെ വാസിക്കരുത്, നീ മർത്യരെ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ, മനുഷ്യനെ മണ്ണിലേക്കല്ല പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. സ്വത്രം. അപ്പൊ പൊടിയിൽ നിന്ന് ആദമിനെ മെനഞ്ഞത്. ഇവിടെ ആ സൃഷ്ടിയുടെ വൈഭവം. പലരും പറയുന്നു ചിമ്പാൻസി മാറിയതാ, അല്ലെ കുരങ്ങൻ പരിണമിച്ചതാ മനുഷ്യനായത്. അതുമാതിരി ആർക്കുമേ കേൾക്കൂടാതെ இந்த പക്കത്തിൽ ഡോക്ടർ ഇരിക്കുന്നത്, ഡോക്ടർക്കുള്ള പോയി കേട്ടിരിക്കണം. അയ്യാ இந்த ചിമ്പാൻസിയോ അല്ലെങ്കിൽ മങ്കിയോ അങ്ങാണ് പരിണമിച്ച ഡോക്ടർ പറയും അല്ല, നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ഇനി ദൈവമക്കൾ ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ അതിന്റെ പ്രത്യേകത? സ്വത്ര. ശിഷ്ടാവായ ദൈവം താഴേക്ക് ഇറങ്ങി വന്ന സാദൃശ്യത്തിലും സ്വരൂപത്തിലും തേജസ്സിലും ബഹുമാനത്തിലും അധികാരത്തിലും നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞപ്പോൾ ആദമിന്റെ മൂക്കിനകത്ത് ജീവശ്വാസമൂതി. ശ്രദ്ധയോടെ ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളിൽ ആദമിന്റെ മുഖത്ത് ജീവശ്വാസം ഊതിയപ്പോൾ ആദമിന്റെ കാല് ചലിക്കാൻ തുടങ്ങി, അവന്റെ കൈ ചലിക്കുവാൻ തുടങ്ങി, അവന്റെ ഹൃദയത്തിന്റെ അറകൾ ചലിക്കുവാൻ തുടങ്ങി, അവന്റെ മുടി ചലിക്കുവാൻ തുടങ്ങി, കിഡ്നിയുടെ പമ്പിങ് ഒക്കെയായി. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ദൈവത്തെ ഞങ്ങൾ സാധാരണ ദൈവം എന്നല്ല വിളിക്കുന്നത്, മഹാദൈവം. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളിൽ രണ്ടാമത് രാത്രി നിന്റെ ശരീരത്തിന്റെ അവസ്ഥകളെ മാറ്റുക, നിന്റെ ക്യാൻസറിന്റെ സ്റ്റേജുകളെ മാറ്റുക, നിന്റെ ഹാർട്ട് അറ്റാക്കിനെ മാറ്റുക, നിന്റെ കിഡ്നിയുടെ ക്രിയാറ്റിന്റെ പവറുകളെ മാറ്റുക. ഇന്ന് രാത്രി എത്യോപ്യയുടെ മണ്ണിനകത്ത് ഇറങ്ങി വന്ന ആദമിന്റെ മൂക്കിനകത്ത് ജീവശ്വാസത്തെ ഊതിയ ആണ്ടവരിൽ രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവ. സ്വത്രം. അടുത്ത കാര്യം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. വളരെ ക്ലിയറായി സയൻസോട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പോൾ ആദമിന്റെ ശരീരത്തിൽ നിന്നൊരു വാരിയലെടുത്തു. വാരിയലെടുത്ത ഹവ്വായ മെനഞ്ഞത്. இந்த நாட்களில் விஞ்ஞானத்தை இருக்குது, இந்த அன்பு பிள்ளைகளே, அன்பு சகோதரங்களே, இது கேட்கணும். அந்த ஆதமுக்கு உள்ள നിന്ന് ഒരു വാരിയലെടുത്ത് അതിൽ നിന്നാ ഹവ്വയെ മെനഞ്ഞത്. അങ്ങേ ഒരു വാക്കിരിക്കുന്നത് എല്ലാ ബൈബിളും, മലയാളം ബൈബിൾ, തമിഴ് ബൈബിൾ, ആദമിന് ഗാഠനിദ്ര വരുത്തി, തൂക്കത്തെ വരുത്തി. അപ്പോൾ എന്താ സംഭവിച്ചത്? വാരിയല്ലൂരി 1975. എല്ലാവരും കേൾക്കണം. കൊല്ലംകോട് സിൽവിപുരം 1975 വരെ നിങ്ങൾ എന്താ മരുത്വമലയിൽ പോകത്, ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് മയക്ക ഗുളിക തരും, എന്നിട്ട് കൈകാലികൾ കെട്ടിയിട്ട് എഴുന്നേറ്റ് ഓടാതെ, അങ്ങനെയൊക്കെ ഓപ്പറേഷൻ കിടച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുവൻ വന്നു. അവന്റെ പേരാ എല്ലാവരും കേട്ടണം, ഡോക്ടർ ജെയിംസ് സിംസൺ. പഠിക്കുന്ന വിജ്ഞാനത്തേക്ക് പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന നീറ്റ് പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളും കേട്ടിരിക്കണം. ഡോക്ടർ ജെയിംസ് സിംസൺ. അദ്ദേഹം ബൈബിൾ വായിച്ചു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ കണ്ണ് തുറന്നു. അദ്ദേഹം ഇങ്ങനെ വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ടച്ച് ചെയ്തൊരു കാര്യമുണ്ട്. എന്താ ടച്ച് ചെയ്തെന്നറിയാമോ? നല്ല കാര്യം. ആദമിനെ എങ്ങനെ ഗാഠനിദ്ര വരുത്തി. അപ്പോൾ അവനൊരു കണ്ടുപിടുത്തത്തെ കണ്ടുപിടിച്ചു. അതിന്റെ പേരാ ക്ലോറോഫാം. കണ്ടുപിടിച്ചു. മനുഷ്യന്റെ മൂക്കിനകത്ത് മണപ്പിച്ചാൽ അവൻ ഉറങ്ങിപ്പോ. അവന്റെ മൂത്ത ചേട്ടനാ ഇന്ന് പാറശാല SP-യിലും നെയ്യാറ്റിൻകര നിംസിലും അടിക്കുന്ന. അവന്റെ പേര് അനസ്തേഷ്യ. കരമുയർത്തുന്നവർക്കായി ക്ലോറോഫാമിൻ മൂത്ത തമ്പി, അവൻ താൻ അനസ്തേഷ്യ. അപ്പൊ അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ഇന്ന് ടെസ്റ്റ് എഴുതുന്ന അരുമயான പിള്ളകൾ. അവൻ താൻ ഡോക്ടർ ജെയിംസ് സിംസൺ. ബൈബിളിൽ നിന്ന് ആ ഡോക്ടർ ജെയിംസ് സിംസൺ നോബൽ സമ്മാനം നേടി. യഹൂദനായിരുന്നു. അവന്റെ ജീവിതത്തിന്റെ അവസാനം പത്രക്കാരിൽ അവന്റെ അടുത്ത് ചെന്നു. ഡോക്ടർ അവസാനം ഒരു വീൽ സ്ട്രക്ചറിനകത്ത് വീൽ ചെയറിൽ അദ്ദേഹത്തെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ശരീരം തളർന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യാ ഉങ്ങൾക്ക് നോബൽ സമ്മാനം കിടച്ചതുതാൻ എത്ര മഹിമൈ. അന്ത ഡോക്ടർ കരുത്തെ തൂക്കി പറഞ്ഞത്, നോബൽ സമ്മാനം ലഭിച്ചതല്ല, എൻ മഹിമൈ കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, അത് താൻ എൻ മഹിമൈ. സ്വോത്രം. പറഞ്ഞതാരാ? ആ അനസ്തേഷ്യ കണ്ടുപിടിച്ച ഡോക്ടർ ജെയിംസ് സിംസൺ. അങ്ങനെ അവരെ പാർക്കാൻ കൊണ്ടുവന്ന സ്ഥലമാ ഏദനിനകത്ത് സ്വർഗം അവരെ കൊണ്ടുവന്നു. അവർക്ക് വേണ്ടി ആദമ്യ കുടുംബം, ഹവ്വ. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ആദമ്യ കുടുംബത്തിന് ഏദനകത്ത് കൊണ്ടുവന്നു. അനുഗ്രഹങ്ങൾ കൊടുത്ത് അടക്കി വാഴുക, പെറ്റുപെരുക, സന്താനപുഷ്ടി ഉള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം. തോട്ടത്തിന്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഒരു ഫലമുണ്ടായിരുന്നു. സ്വർഗം പറഞ്ഞത് തുടരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ പുറത്താകും. സ്വോത്രം. അപ്പൊ സർപ്പം എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു. സ്വോത്രം. അവന്റെ പ്രത്യേകത, ആദമനോട് പലപ്പോഴും പറഞ്ഞു, ഞങ്ങൾ ഊളിയക്കാർ പേശുകമാര്, അയ്യാ ഇത് സാപ്പിട്, ഉങ്ക കാനഡയ്ക്ക് വിടാ, അരുമയാന വീട് തരാ, എല്ലാം തരാ. പക്ഷെ ആദമന്റെ ശരീരത്തിനകത്ത് മുഴുവൻ ദൈവ സാന്നിധ്യം ഇറങ്ങിയോണ്ട് ആദം അത് സാപ്പിടക്കൂടാതെ. അപ്പം ആദം നമ്മ പക്കത്തി ഇരിക്കുന്ന പനച്ചുമൂട് മാർക്കറ്റിൽ കാലയിൽ പോയപ്പോൾ ഈ ഹവ്വാമ്മയുടെ വാട്സപ്പ് നമ്പർ എങ്ങനോ ഇവന്റെ കൈ കിട്ടി. സ്വോത്രം. ഈ സർപ്പം ഹവ്വാമ്മയ്ക്ക് മെസ്സേജ് അടിച്ചു, അമ്മാ ഇന്ത മാതിരി സാപ്പിട, അയ്യാ പറഞ്ഞിട്ട് കേൾക്ക
വെക്കാതെ നീ സാപ്പിടാൻ പറഞ്ഞു. അമ്മാമ്മ പാവമായിരുന്നു. അമ്മാമ്മയോട് പറഞ്ഞു ഫുള്ളാ സാപ്പിട മുടാതെ പകുതി നീ കടിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കണം. അയ്യാ വരും എങ്ക പനച്ചുമോട്ട് മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ അവനും കൊടുക്കണം. സ്വത്ര അച്ചായനും കഴിച്ചു. രണ്ടുപേരും തോട്ടത്തിൽ നിന്ന് പുറത്തായി. ദൈവം കൊടുത്ത ആയുസ് 1000 സംവത്സരം. രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തി. 1 2 കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. കായീൻ ഹാബേൽ ആരാധനയ്ക്ക് വേണ്ടി അവർ വരുന്നു. കായീൻ ഹാബേലിനെ കൊല്ലുന്നു. സ്വർഗത്തിന്റെ കരമിറങ്ങി. കായീന് നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കാൻ തുടങ്ങി വചനത്തിലേക്ക്. ആദമിന്റെ 7ാമത്തെ തലമുറയെ ഒരുവനുണ്ടായിരുന്നു, ഹാനോക്ക്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. പിന്നെ അവനെ കണ്ടില്ല. ഹാനോക്കിന്റെ മകനായി ഒരുവൻ ജനിച്ചു. അവന്റെ പേര് മെതുശലേഖ്. 5 പിള്ളകളെ, 5 സഹോദരങ്ങളെ. നമ്മ കൈകളിരിക്കുന്ന അരുമயான ബൈബിളുക്കുള്ള ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടിയ ഒരു വ്യക്തിയുണ്ട്. അവൻ താൻ മെതുശലേഖ്. മെതുശലേഖിന് ആയുസ് എത്ര? 969 969 സംവത്സരം. മെതുശലേഖ് ഊളിയക്കാരനല്ലായിരുന്നു. വഴിവക്ക ടാക്സ് കൊടുത്തില്ല. സ്റ്റേജിക്കുള്ള അരുമயான പാടൽ പാടാതെ. പക്ഷെ അവൻ എങ്ങനെ ആയുസ് കിട്ടി? അപ്പൻ ദൈവത്തോട് കൂടെ നടന്നപ്പോൾ പിള്ളകളെ ദൈവം അനുഗ്രഹിച്ചു. കരമുയർത്തുന്നവർക്ക് இந்த നാൾക്കളിലെ இந்த വചനത്തെ തൂക്കി இந்த കൺവെൻഷൻ കൂട്ടങ്ങളിൽ രണ്ടാമതിരിക്കുന്ന തായെ തകർപ്പരെ இந்த വചനത്തെ എടുക്കുന്ന ഉൻ പിള്ളകളെ അനുഗ്രഹിപ്പാൻ കരമുയരുന്നില്ലല്ലോ. സ്വോത്ര ഉൻ പിള്ളകളെ അനുഗ്രഹിപ്പാൻ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ അവരുടെ തലമുറ മെതുശലേഖിന് ബൈബിളിനകത്ത് ഏറ്റവും കൂടുതൽ ആയുസ്. ഇന്ന് രാത്രി പറയണം, എൻ ദൈവം ആർക്കുമേ കടക്കാരനല്ല. കരത്തെ തൂക്കി പിടിക്കുന്നവർക്കായി എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. സ്വോത്രം. മെതുശലേഖിന്റെ സന്തതിയായി ഒരുവൻ ജനിച്ചു, ലാമേക്ക്. ലാമേക്കിന്റെ മകനായി ഒരുവൻ ജനിച്ചു. ലാമേക്കിന്റെ മകനായി ജനിച്ചവന്റെ പേര് നോഹ. ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. നോഹയുടെ കാലം. ഉൽപ്പത്തി 6. നാളെ അത് വിശദമായി இந்த കാല കൂട്ടങ്ങളിൽ സഭയ്ക്കുള്ളിൽ ആരാധനയിൽ പ്രസംഗിക്കും. നോഹയുടെ കാലത്ത് ഒരു കാര്യം നടന്ന. ദൈവം വെച്ച പരിപാടി മാറ്റി. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പുത്രന്മാർ ലോകത്തിൻ്റെ പുത്രിമാരെ തിരഞ്ഞെടുത്തു. കല്യാണം, തിരുമണമില്ല. കാര്യം മനസ്സിലായില്ലയോ? കണ്ണിന് കൊള്ളാവുന്ന, കാതിന് കൊള്ളാവുന്ന, ഓൺലൈൻ, അത് കഴിഞ്ഞിട്ട് ഗൈ മാരേജ്, ലെസ്ബിയൻ മാരേജ്, എല്ലാം കല്യാണം എടുത്തപ്പോൾ സ്വർഗത്തിൻ്റെ അരുമயான ക്യാമറ ഇറങ്ങി. ഉൽപ്പത്തി തുടങ്ങുമ്പോൾ ദൈവം മനുഷ്യന് വെച്ച ആയുസ് 1000 years. പക്ഷേ ഉൽപ്പത്തി 6 വരുമ്പോൾ இந்த ചെങ്കവിളയിലെ ചിന്നമ്മ സിസ്റ്റർ ചുരിദാരം കൈവെട്ടിയ ഒറ്റപ്പെട്ട ആയുസിന് 120 സംവത്സരമായി. എൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനിൽ വ്യാപരിക്കത്തില്ല. അവൻ ജഡമല്ലോ. ആ സമയത്ത് നോഹയോട് സ്വർഗം പറഞ്ഞു. എല്ലാവരും കേൾക്കണം വചനം. നോഹയോട് സ്വർഗം പറഞ്ഞു, ഞാനൊരു സ്ട്രക്ചർ അയക്കാൻ പോവാം. ഗോഫയർ മരം. അത് കഴിഞ്ഞിട്ട് 300 നീളം, 3 50 വീതി, 4 30 ഉയരം, 5 3 തട്ട്, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. അരുമயான ഒരു പെട്ടകത്തെ പണിയാൻ പറഞ്ഞു. എന്നിട്ട് നോഹയ്ക്ക് നല്ല ആംപ്ലിഫയർ മൈക്കെല്ലാം കൊടുത്തു. കുമ്മരി ബാമട്ടൻ കേരളത്തിലെല്ലാം പോയി ചെയ്തികൾ കൊടുക്കണം. കാലം തീരാറായി, പെരുമഴ വരാറായി. പൈസ എല്ലാം ഓൺലൈനായിട്ട് നോഹയ്ക്ക് അയച്ചു കൊടുത്തു. നോഹ മരമെല്ലാം ഇറക്കി നമ്മ ചെങ്കപിള്ളി കൊടുക്കുന്നത് പോലെ പെട്ടകം പണിയാൻ തുടങ്ങി. പെയിന്റും സാധനങ്ങളും എല്ലാം എടുത്തു. നോഹ നേരം വെളുത്ത പരസ്യയോഗമാ. യേശു വരാൻ കാലമായി, അല്ലെ പെരുമഴ പെയ്യാൻ കാലമായി. നാട്ടുകാരെല്ലാം പേശിയിരിക്കുന്നത് இந்த ആൾക്ക് വന്ന് പൈത്യമാ. സ്വോത്രം കേട്ടില്ലേ? സ്വോത്രം. നോഹ പടപടാ പ്രസംഗിച്ചു. ട്രാക്ട് എല്ലാം കൊടുത്തു. പാറശാല പ്രസംഗിച്ചു, കളിക്കാവിളെ പ്രസംഗിച്ചു, മാർത്താണ്ഡം പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് സ്രായം കൂടി തടിക്കാർ കോണ തക്കല കുമ്മരി മാവട്ടം മുഴുവൻ ചെയ്തു കൊടുത്തു. സകല പക്കത്തൊക്കെ ചെയ്തു കൊടുത്തിട്ട് എല്ലാവരും പറഞ്ഞു, ഈ അയ്യായിക്കല്ല അപ്പാവുക്ക് തലയ്ക്ക് നല്ല ലെവലില്ല. ഞങ്ങളുടെ ഉപദേശമാരെ പറയുന്ന നട്ട് പോയതാ. സ്വോത്രം. അപ്പൊ സ്വർഗം പറഞ്ഞു, ആംപ്ലിഫയറെല്ലാം വിറ്റാറ്, ട്രാക്ട് എല്ലാം ബാക്കി എടുത്തു വെച്ച് കൂട്ടിക്കോളാൻ പറഞ്ഞു. സ്വോത്രം. അവസാനം നോഹയോട് ദൈവം പറഞ്ഞു, പെട്ടകത്തുക്കുള്ള കയറാ. നേരെ നോഹ പെട്ടകത്തുള്ളിൽ കയറി. അതിനകത്ത് എത്ര പേരുണ്ടായിരുന്നു? 8 പേരുണ്ടായിരുന്നു. സ്തോത്രം. അതിനുശേഷം പെട്ടകത്തുക്കുള്ള കയറിയപ്പോ യാർ കുറ്റിയിട്ടയ്യാ. സ്തോത്രം. കേൾക്കണം. സ്വർഗം കുറ്റിയിട്ടു. പണിഞ്ഞത് നോഹ, കാശ് കൊടുത്തത് സ്വർഗം. പെട്ടകം കുറ്റിയിട്ടത് സ്വർഗത്തിലെ ദൈവം. അതൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നാൾക്കളിൽ നിങ്ങൾ കേൾക്കണം. നോഹയുടെ പെട്ടകത്തിൻ്റെ പുറകിൽ നല്ല ഫ്രണ്ടിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. CC ക്യാമറ തന്നെ നമ്മ വീട്ടിക്ക് പുറത്ത് വെച്ചിരിക്കുന്ന പോലെ. ഈ യെല്ലോയും മാങ്കോയും പൈനാപ്പിളും ഇന്ത മാതിരി പൂയലും ഒക്കെ അടിച്ചാൽ പാറശാല കളിക്കാവിളയിലെ വലിയ പൈസക്കാരൻ വരും. പെട്ടകത്തിൻ്റെ അടുത്തൊരു കോളിംഗ് ബെല്ലുണ്ട്. അപ്പം ഞങ്ങൾ ഊളിയക്കാരുടെ മനവിമാർ, ഭാര്യമാർ അകത്തെന്ന് പറയും, ഞങ്ങളുടെ അടുത്ത് പറയും, പാസ്റ്റർ പുറത്താരും കാണുന്നില്ല, പാറശാലയിലെ പൈസക്കാരൻ ആ സൂട്ട് കേസ് മേടിച്ച് പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നേക്കാം, കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് ആ സ്വർഗം പെട്ടകത്തിൻ്റെ വാതിലടച്ച് ഇന്ന് രാത്രി സെൽവിപുരത്ത് അവനൊരു വാതിലടച്ചാൽ പിന്നെ അത് ആർക്കും തുറക്കാൻ പറ്റത്തില്ല. അമ്മാമേ, അയ്യോ
അവൻ ഒരു വാതിൽ തുറന്നാൽ ഇന്ന് രാത്രി മാർത്താണ്ഡത്തെ മന്ത്രവാദിക്ക് അത് അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ ഒരു മന്ത്രവാദിക്കും അടയ്ക്കാൻ കഴിയത്തില്ല. സ്വർഗം പെട്ടകത്തിന്റെ കൂട്ടിയിട്ടു. പടപട പെട്ടകം ഇങ്ങനെ ആടി ഉലഞ്ഞ് വെള്ളത്തിനകത്ത്, പൂവാറിനകത്തായി പെട്ടകം കിടന്ന്. കേട്ടോ, പൂവാർ, കൊല്ലങ്കോട്, തേങ്ങാപട്ടണം ഇങ്ങനെ കടലിനകത്ത് പെട്ടകം പോയി ഇങ്ങനെ ആടി ഉലഞ്ഞ് എല്ലോയും മാങ്കോയും ഒക്കെ വന്നപ്പോൾ നോഗയുടെ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. അയ്യാ, ഈ പെട്ടകം മിക്കവാറും അറബിക്കടലിൽ വല്ല മസ്കറ്റിലെങ്ങാനും വെള്ളത്തിൽ ചെന്ന് ചേരുമെന്ന്. സ്വോത്രം. അപ്പൊ നോഗ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമാ, ഇതങ്ങനെ തകരത്തില്ല. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി നിന്റെ പെട്ടകം ദൈവത്താൽ അടിസ്ഥാനമിട്ടെങ്കിൽ പെരുങ്കാറ്റടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും ഈശാനുമൂലൻ പെട്ടകത്തിന് നേരെ ആഞ്ഞടിച്ചാലും അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ ഇന്ന് രാത്രി ദൂതേറ്റെടുത്തുകൊണ്ടേ നീ പോകാവൂ. നിന്റെ പെട്ടകം തകരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കരമുയർത്തുന്ന സഹോദരി, കരമുയർത്തുന്ന സഹോദര, ഇവിടെ ഹല്ലേലൂയ നിരവധി പ്രശ്നങ്ങളുമായി നീ കടന്നു വന്നിട്ടുണ്ട്. ലോകക്കാർ പറയും നിന്റെ കുടുംബം തകർന്നു പോ, നാട്ടുകാർ പറയും നിന്റെ പിള്ളകൾ തകർന്നു പോ. ഒരുപക്ഷെ ക്യാൻസർ 4ാമത്തെ സ്റ്റേജിലായിരിക്കും. RCC പറയും ഇനി രക്ഷയില്ല. ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം വന്നു കാണും. നിംസിലെ മധു ശ്രീധർ പറയും ബൈപ്പാസ് നടക്കത്തില്ല. എന്നാൽ ഇന്ന് നൈറ്റ് കരമുയർത്തി പറയണം, ഞാൻ ഈ വചനവുമായി ശില്പിപുരം കൊല്ലങ്കോടും ഇറങ്ങി തിരിച്ചെങ്കിൽ, ദൈവത്തിൻ സന്നിധിയിൽ ഞാൻ നിലവിളിച്ചെങ്കിൽ, എന്റെ സഭാ കൂട്ടങ്ങൾ ഞാൻ മുട്ടുമടക്കിയെങ്കിൽ, അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ എന്റെ പടക് തകരുവോ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കാറ്റടിക്കട്ടെ, കൊടുങ്കാറ്റടിക്കട്ടെ, പെരുങ്കാറ്റടിക്കട്ടെ, നിന്റെ ക്രിസ്തീയ ജീവിതത്തെ തകർക്കുക ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല, ഒരു കൊടുങ്കാറ്റിനും കഴിയത്തില്ല. അല്പമാടി ഉലയും കുടുംബജീവിതം. രോഗം പല പ്രാവശ്യവും ആഞ്ഞടിക്കും, കുടുംബത്തിന് നേരെ പൂയലടിക്കും. പക്ഷേ അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ തക്ക സമയത്ത് അതിനെ ഉറപ്പിക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവ. സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇത് ദൈവസഭയുടെ ഒരു നിഴല. പെട്ടകക്കുള്ള പ്രത്യേകത എന്തോ, 40 രാവും 40 പകലും. നാളെ പകൽ പറയാം, അന്നാ സുനാമിയൊക്കെ അടിച്ചത്. സ്വോത്രം. പെട്ടകം ആടി ഒലഞ്ഞു. ആദ്യം ചെറുതായിട്ട് വെള്ളമിറങ്ങാൻ തുടങ്ങി. കാക്കയെ വിട്ടു. കാക്ക വന്നും പോയി നിന്നു. പിന്നെ കാക്ക വന്നില്ല. അപ്പം നോഗയ്ക്ക് പിടികിട്ടി, വെള്ളമൊക്കെ കുറഞ്ഞാണ്. രണ്ടാമത് പ്രാവിനെ വിട്ടു. എല്ലാവരും അരുമയാണ് ചിന്നക്കഥ ഇന്ന് സൺഡേ ക്ലാസ്സിൽ കേൾക്കുന്ന മാതിരി യെരൂശലേമിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ പ്രാവിനെ വിട്ടു. പ്രാവ് പച്ചല കൊത്തിക്കൊണ്ടുവന്നു. പ്രാവ് എല്ലാ സ്ഥലത്തും ഇരിക്കത്തില്ല. മെഡിക്കൽ സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വിஞ்ஞானത്തെ കടച്ചാച്ച് இந்த മനുഷ്യക്കുള്ള വേസ്റ്റ് മുഴുവൻ സ്വീകരിക്ക മാതിരി ഒരു അറയിരിക്കുന്നത്. അതൊക്കെ താൻ ഗാൾ ബ്ലാഡർ, അതിനകത്തായി വേസ്റ്റ് എല്ലാം അടിയുന്നത്. പക്ഷെ പ്രാവുക്കുള്ള ഗോൾ ബ്ലാഡറേ കിടയാത്. അതുകൊണ്ട് വചനത്തെ പേശിയിരിക്കുന്നത്, എന്റെ കാന്തേ, എന്റെ പ്രാവേ. കരമുയർത്തുന്നവർക്കായി കളങ്കമില്ലാത്ത, വട്ടമില്ലാത്ത, ഊനമില്ലാത്ത, അകത്ത് നിർമ്മലതയുടെ പര്യായമാ പ്രാവേ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഞാൻ ആടി വലഞ്ഞും. അവസാനം ഈ പെട്ടകം എവിടെ ചെന്നു? അരാരാത്ത് പർവ്വതത്തിനകത്തുറച്ചു. കരമുയർത്തുന്നവർക്കായി 7 അടിസ്ഥാനമുള്ള ദൈവസഭയെ നിത്യതയിലെത്തിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. കരമുയർത്തിയാട്ടെ. രക്ഷിക്കപ്പെട്ട്, മാനസാന്തരപ്പെട്ട്, അനുതപിച്ച്, മുങ്ങി സ്നാനമേറ്റ്, ആത്മാവിൽ സത്യത്തിലും ആരാധിച്ച്, തിരുമേശയിൽ പങ്കാളിയായി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന പെട്ടകത്തെ ഉയർത്തുവാനാ എന്റെ കാന്തൻ വരുന്നത്. കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. അതാ നോഗയുടെ പെട്ടകത്തിന്റെ 7 അടയാളം. 1 ഗോഫേർ, 2 300, 3 50, 4 30, 5 3 തട്ട്, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. 7 അടിസ്ഥാന ഉപദേശമുള്ള പെട്ടകം തകരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. സ്വോത്രം. അരാരാത്തിനകത്ത് ഉറച്ചു പെട്ടകം. അരാരാത്ത് നമ്മുടെ നല്ല സ്ഥലമുണ്ട്. ഇത് പക്കത്തിൽ ഈ വെള്ളറുടെ ആറാട്ടുകൂടി കഴിയുമ്പോൾ നല്ലൊരു ഡാമുണ്ട്, ചിറ്റൂർ ഡാം. അവിടെ നട്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അരാരാത്ത് പർവ്വതം. അവിടെ പെട്ടകം ഉറച്ചു. നോഗയും മക്കളും ഒക്കെ ഇറങ്ങി. അന്തകാലത്തെ പൈസയൊന്നും വേണ്ട, ഒരു 10-100 ഏക്കറോളം നോഗ അങ്ങ് കുറ്റിയടിച്ചു. സ്വോത്രം. ആദ്യം എന്തോ ചെയ്തെന്നറിയാമോ? ചെറിയ കൃഷികളൊക്കെ തുടങ്ങി. അപ്പം മുന്തിരി കൃഷിയൊക്കെ തുടങ്ങി. മുന്തിരി കൃഷിയെല്ലാം തുടങ്ങിയപ്പോൾ നല്ല മുന്തിരി ഫലം കിട്ടി. അപ്പോൾ ആരൊക്കെ വന്നു? മാർത്താണ്ഡക്കാർ വന്നു, വെള്ളറടക്കാർ വന്നു, പാറശാലക്കാർ വന്നു, കളിക്കാവിളക്കാർ വന്നു, പെട്ടിക്കണക്കിൽ പോയി. അന്ത നാൾക്കളിൽ ഏവരും ശ്രദ്ധിക്കണം, ബാംഗ്ലൂരിൽ നിന്ന് இந்த ചാരായത്തെ കള്ളുണ്ടാക്കുന്ന ബിവറേജസുകാർ വന്നു. നോഗ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഇവിടെ ഈ കാട്ടാക്കടയും വെള്ളറുടെയും കൊടുത്ത് ചിന്ന പൈസ മേടിക്കാതെ മുഴുവൻ ഞങ്ങൾ പിക്കപ്പിൽ കൊണ്ടുപോകാം, പൈസ നല്ല ഓൺലൈനായിട്ട് ബാങ്കിൽ അയക്കാം, ഇരട്ടി വില. അപ്പച്ചനും വിചാരിച്ച് ഇന്ന ചെറിയ കച്ചവടം കൂടാതെ ഹോൾസെയിൽ മുഴുവൻ എന്തോ ഇത് ബാംഗ്ലൂരുകാർക്ക് കൊടുത്തു. ഒരു ചെറിയ കഥ. ബാംഗ്ലൂരുകാർ ഇതെല്ലാം കിട്ടി. 6 മാസം കഴിഞ്ഞപ്പോൾ അപ്പച്ചനെ കാണാൻ വന്നപ്പോൾ ബാംഗ്ലൂരുകാർ
இந்த ചെറിയ ബോട്ടിൽ കല്ലിൻ്റെ ബോട്ടിൽ കൊണ്ടുവന്ന് അപ്പച്ചൻ പറഞ്ഞു ഇത് ഞാൻ കുടിക്കാതെ ഞാൻ പണ്ട് ഉപദേശിയാ പ്രസംഗിച്ചാൽ. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പച്ചൻ കൊഞ്ചമാ കുടിച്ചാലും കുഴപ്പമില്ലെന്ന്. സന്തോഷമില്ലല്ലോ? ഇന്ന നാൾക്കളിൽ ഊളിയക്കാർ പറയുന്ന പോലെ ചിന്നതാ കുടിച്ചാൽ കുഴപ്പമില്ലെന്ന്. എന്താ സംഭവിച്ചെന്നറിയാമോ? അപ്പച്ചൻ കള്ള് കുടിക്കാൻ തുടങ്ങി. ദൈവമാര് മനസ്സിലാക്കണം, അപ്പച്ചൻ കള്ള് കുടിച്ചു. ആദ്യം 30 60 90 ഓൺലൈൻ പോയാലും കുഴപ്പമില്ല, ഹെബ്രോന്റെ ശുഭലാൽ പാസ്റ്റർ കൊടുത്താലും മതി. இந்த நாட்களில் பிளெயினுக்குள்ள யாத்திரை செய்த ஊழியக்கார் உங்க மலேசியா போயிருக்குது, துபாய் போயிருக்குது, அமெரிக்கா போயிருக்கு, எங்கே போகுது ஐயா? പ്ലെയിനുക്കുള്ള യാത്ര ചെല്ലുമ്പോൾ എയർ ഹോസ്റ്റസ് സാമ്പിൾ ബോട്ടിൽ തന്നാൽ ഊളിയക്കാർ അതിനകത്ത് വെച്ച് കുടിക്കരുത്. കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തിരിക്കുന്നവൻ്റെ ക്യാമറയുണ്ട്, കരമുയരുന്നില്ലല്ലോ, സ്വത്രം. അപ്പോഴേ പടമെടുക്ക്. இந்த നാൾക്കളിൽ കേരളത്തിലുള്ള 2 ഊളിയക്കാർ വെളിനാട്ടിക്ക് പോയിരിക്കുന്നത് അവരറിഞ്ഞില്ല. എയർ ഹോസ്റ്റസ് കൊണ്ടുവന്ന് ദേവശോഭന പാസ് ചെറിയ സാമ്പിൾ ബോട്ടിൽ കൊടുത്ത് അവരെ അടിച്ച് ഇപ്പുറത്തിരുന്നവൻ ക്യാമറ എടുത്ത് നല്ല സുഖമായിട്ടിട്ട്, സ്വത്രം. അതുകൊണ്ട് ഊളിയക്കാരുടെ പ്രത്യേക, പാസ്റ്റർമാരുടെ, ബോധകർ, വിശ്വാസിക്കുള്ള പാസ്റ്റർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സാമ്പിൾ ബോട്ടിൽ കിട്ടിയാൽ ആരും അറിയാതെ ബാഗിൽ തന്നെ ഇട്ടിരിക്കണം. സന്തോഷമില്ലല്ലോ, സ്വത്രം. പിന്നെ എങ്കേയോ പോയി സാപ്പിടുക. അത് ഊളിയക്കാർ ഇനിയെങ്കിലും സാമ്പിൾ ബോട്ടിൽ കരസ്ഥമാക്കരുത്. നോക 30 കുടിച്ച് 60 കുടിച്ച് 90 കുടിച്ച് ചെങ്കവിളയിലെ അപ്പച്ചൻ ഇലക്ട്രിക് പോസ്റ്റ് കെട്ടിപ്പിടിക്കുന്ന പോലെ കെട്ടിപ്പിടിച്ച് കിടക്കുക. മധ്യാഹ്നത്തിൽ എല്ലാവരും കേൾക്കണം, ദൈവകരം ഇസ്രായേൽ. മധ്യാഹ്നത്തിൽ ഒരു ദിവസം കുഞ്ഞുങ്ങൾ വന്നു. ആ ശരീരത്തിലുള്ള ഡ്രസ്സേ കിടയാതെ നോക കിടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ സംസാരിച്ചു. കുഞ്ഞുങ്ങൾ അപ്പന് ഡ്രസ്സ് മറയ്ക്കാൻ തുടങ്ങിയപ്പോൾ അപ്പന് ബോധം വന്നു. കനാൻ ശപിക്കപ്പെട്ടവൻ. നല്ല അരുമயான போதகர், நல்ல சுவிசேஷகர், அருமையான வார்த்தைகளை சொல்லும்படியாக தேவனை பயப்படுத்துന്ന വാർത്തകൾ കവല പക്കത്തിൽ പ്രസംഗിച്ച ഉപദേശി ദൈവത്തിന്റെ കരത്തിൽ നിന്ന് മാറി അപ്പ മക്കളെ ശപിക്കുന്നത് കണ്ടപ്പോൾ സ്വർഗം പറഞ്ഞു, ഞാനിനി ഇവിടെ ഇല്ല. നോകയെ ദൈവം വിട്ടു. അതിൻ്റെ ഒരു മലയാളമാ, വീരന്മാർ പട്ടുപോയതെങ്ങനെ? കരമുയർത്തുന്നവർക്ക് സ്വത്രം. ബൈബിളിനകത്തുണ്ട്, തൊടുന്നില്ല. വീരന്മാർ പട്ടുപോയതെങ്ങനെ? ആ സമയത്ത് എന്താ സംഭവിച്ചെന്നറിയാം. ദൈവം യാത്ര ചെയ്തു. സ്വർഗ്ഗം എവിടേക്ക് പോയി? കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ കഥ കേൾക്കുന്നത് പോലെ. ആദമിന്റെ തലമുറയിൽ ഒരുവനുണ്ടായത് ശേത്തിന്റെ തലമുറയായ തേരഹിന്റെ പൈതലായി ഒരുവനുണ്ടായിരുന്നു, അബ്രഹാം. അബ്രഹാമിനെ ദൈവം വിളിച്ചു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, അതുപോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ. 1498 കിലോമീറ്റർ അബ്രഹാമിനെ കൊണ്ടുവന്ന് വാഗ്ദത്ത കനാനിനകത്ത് അബ്രഹാമിനെ കൊണ്ടുവന്ന്. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. അബ്രഹാമിന്റെ കൂടെ വിളി കേൾക്കാത്ത ഒരുവനും ഉണ്ടായിരുന്നു, ലോത്ത്. കുടുംബജീവിതം മുൻപോട്ട്. അബ്രഹാമിനൊരു സന്തതി ജനിച്ചു, ഇസഹാക്ക്. ഇസഹാക്കിന്റെ സന്തതിയായി ഒരുവൻ വന്നു, യാക്കോബ്. ആരാ യാക്കോബ്? ഇസ്രായേലിലേക്ക് അടക്കാം. ഒരമ്മയുടെ ഉദരത്തിൽ 2 പേർ. ആരാ? ഏശാവും യാക്കോബ്. യാക്കോബ് ആരായിരുന്നു? ഭയങ്കര പറ്റിപ്പുകാരനായിരുന്നു. 1 ചേട്ടനെ പറ്റിച്ചു, പയർപായസവും എല്ലാം കൊടുത്തു. 2 അടുത്തതും പറ്റിച്ചു, അപ്പനെ പറ്റിച്ചു. ഇനി രക്ഷയില്ല. അവൻ എവിടെ പോയി? ലാബാന്റെ വീട്ടിൽ പോയി. എங்கே ഇരിക്കുന്നത്? തിരുനെൽവേലി. ലാബാന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് അവൻ അവിടെ പാർത്തു നല്ലതുപോലെ. 21 വർഷം ലാബാന്റെ വീട്ടിനകത്ത്. അങ്ങനെ ഇരുന്നപ്പോൾ ലാബാന്റെ മക്കള് കാനഡ, അമേരിക്ക എല്ലാം UK പോയി. അവർ തിരിച്ചു വന്നപ്പോൾ ഈ യാക്കോബ് ഭയങ്കര പറ്റിപ്പ് PhD കാരനായിരുന്നു. അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തവനായിരുന്നു ഈ യാക്കോബ്. യാക്കോബ് എന്തോ ഇതെന്നറിയാമോ? എല്ലാ സ്വത്തും അടിച്ചു മാറ്റി. അപ്പം മക്കളോട് വന്ന് പ്രമാണവും പേപ്പറും എല്ലാം നോക്കിയപ്പോൾ എല്ലാം യാക്കോബൊക്കെ കയ്യിൽ. അപ്പനോട് കാര്യം പറഞ്ഞു, അപ്പ ബാങ്കിലെ പൈസ സകല പുരയുടെ അവൻ്റെ ഇല്ല. മക്കൾ ഇങ്ങനെ കൊച്ചു പിച്ചാത്തി കാണിച്ചു. ലാബാന്റെ മുഖം കടന്തൽ കുത്തിയതുപോലെയായിരുന്നു. വന്ന മക്കൾ ടൂറിക്ക് ഊട്ടി കൊടൈക്കനാൽ പോയി. ലാബാൻ ആടുകളുടെ രോമം കത്തിരിക്കാൻ പോയപ്പോൾ ഭാര്യമാരും കുഞ്ഞുങ്ങളുമായിട്ട് എവിടത്തേക്ക് യാത്രയെന്നറിയാമോ? ഇനോവയായിട്ട് എവിടെ വന്നു? യാബോക്കിന്റെ കടവിൽ വന്നു. പെമ്പിള്ളാരെ അക്കരെ കയറ്റിവിടാം, പക്ഷെ ഇവൻ അക്കരെ കയറാൻ പറ്റത്തില്ല. അവൻ അന്നത്തെ കാലം വളരെ ചെറിയ കാലം, ജനം അധികമില്ല. ഒരു ദൂതൻ കടന്നു പോകുന്നു. യാക്കോബ് ദൂതനെ കയറി പിടിച്ചു, ദൂതനുമായി മല്ലിട്ടു. ആ സമയത്ത് ദൂതന്റെ കാലിന്റെ തുട പിടിച്ചുകൊണ്ട് യാക്കോബ് ഒരു കാര്യം പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. ദൂതനുമായി മൽപിടുത്തം നടത്തി. ഉൽപ്പത്തി 32:27 അവസാന ദൂതൻ ചോദിച്ചു, യാക്കോബേ നിന്റെ അപ്പ വിട്ട പേര് എന്താ? അവൻ പറഞ്ഞു, എൻ പേർ യാക്കോബ്. അവിടെ വെച്ച് ദൂതൻ പറഞ്ഞു, ഇനി നിൻ പേർ യാക്കോബല്ല, സ്വർഗത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ചത് കൊണ്ട് നിന്റെ പേര് ഇസ്രായേൽ, കരമുയർത്തുന്നവർക്കായി. ഇതാ ബൈബിളും ചരിത്രവും. അല്ലാതെ വെറുതെ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എന്ത് ചെയ്തെന്നറിയാമോ? യാക്കോബ് വന്നു. അവരിപ്പോ എവിടെ വന്നെന്നറിയാമോ? സുന്ദരമായിട്ട് എവിടെ വന്നു? മിസ്രയീമിന്റെ അടിമത്തത്തിലേക്ക് അവർ വന്നു. യാക്കോബിന്റെ സന്തതിയായ ഒരുവൻ ജോസഫ് എന്താ ചെയ്തത്? ചേട്ടന്മാരെ അന്വേഷിച്ചു പോകാൻ ഇസ്രായേലിന്റെ മിസ്രയീമിന്റെ ഉപപ്രധാനമന്ത്രിയായി അവരെ എല്ലാം രഥം അയച്ചു കൊണ്ടുവന്ന്. ഇന്ന് രാത്രി അവസാനിപ്പിക്കുമ്പോൾ പറയാം,
അവർ മിസ്രയീമിൽ ഒരു കൂട്ടമായപ്പോൾ ഫറവോൻ എന്ത് പിടികിട്ടി? ഒരു യഹൂദൻ എന്ന് പറഞ്ഞാൽ 10 മിസ്രയീമ്യർക്ക് തുല്യമാണ്. അമ്മ ഈ കുഞ്ഞുങ്ങളെ ആരെ കൊല്ലുവാൻ? കുഞ്ഞ് എബ്രായ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ ഫറവോന്റെ കൽപ്പന. അതിൻ്റെ നടുവിൽ നിന്ന് അവരുടെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു. മോശയെ ദൈവം എടുത്തു. മോശയാൽ ഒരു ചുള്ളിവടി ഒരു കോലുമായി ഇസ്രായേൽ ജനം മറുകര കടന്നു. ചെങ്കടൽ കടന്നു. അതിനുശേഷം മോശ എന്ത് ചെയ്തു? മോശയോട് ദൈവം പറഞ്ഞു, പാറയോട് കൽപ്പിക്കണം. അതാ ഞാൻ കഥ പറഞ്ഞത്. മോശ പാറയോട് കൽപ്പിച്ചില്ല, കയ്യിലിരുന്ന വടിയെടുത്തു പാറയ്ക്കിട്ടടിച്ചു. കോരിന്ത്യ ലേഖനം. ആ ആത്മീയ പാറയിൽ നിന്നല്ലോ നാം കുടിച്ചത്, ആ ആത്മീയ പാറയിൽ നിന്നല്ലോ നാം പാനം ചെയ്ത്. ആ പാറ ക്രിസ്തു. മോശ എന്ത് ചെയ്തു? പിസ്കാ കൊടുമുടിയിൽ കൊണ്ടുവന്ന് കനാൻ കാണിച്ചു. അതിനുശേഷം മോശ മരിച്ചടക്കപ്പെട്ടു ബേത്പെരിയൂരിന്റെ താഴ്വരയിൽ. ബൈബിളും ചരിത്രവും. അതിനുശേഷം യോശുവയെ ദൈവം തെരഞ്ഞെടുത്തു. കാലേബും യോശുവയും കൂടെ എന്ത് ചെയ്തു? മുന്തിരിക്കൊല വെട്ടിക്കൊണ്ട് അബ്രഹാം കയറിയ കനാൻ നാട്ടിലെത്തി. കരമുയർത്തുന്നവർക്കായി അവരവിടെ ഒരു ജനമായി, ഇസ്രായേൽ ജനമായപ്പോൾ അവരൊരു കാര്യം ചെയ്തു. സ്വർഗത്തോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. കരുതി അന്വേഷിച്ചു പോയി ശൗലിന് 1ാമത്തെ രാജാവ്. ബൈബിളും ചരിത്രവും. 40 വർഷം അവൻ ഭരിച്ചു ഇസ്രായേൽ. അതിനുശേഷം കാട്ടിനകത്ത് കരമടിച്ച ദാവീദ് 40 വർഷം. ദാവീദിന് ശേഷം ഒരുവൻ വന്നു, അവൻ്റെ പേരാ ശലോമോൻ. അവന് 40 വർഷം. ശലോമോന്റെ കാലശേഷം ഒരുവൻ വന്നു, രഹാബയാം. ഇനി ആ കഥ. രഹാബയാം വന്നപ്പോൾ അവൻ ഭരിച്ചു കഴിയുമ്പോൾ ഇസ്രായേൽ ദേശം 2ആയി വെട്ടിമുറിക്കപ്പെട്ടു. 1 ഇസ്രായേൽ, 2 യഹൂദിയ. ഇസ്രായേലിന്റെ തലസ്ഥാനം എന്താണെന്നറിയാമോ? ശമരിയ. യഹൂദിയുടെ തലസ്ഥാനം ജെറൂസലേം. കരമുയർത്തുന്നവർക്കായി ഇതാ അന്തിമ യുദ്ധം. അല്ലാതെ പലസ്തീനൊന്നുമല്ല ആദ്യമുണ്ടായത് ഇസ്രായേൽ, യാക്കോബിന്റെ കൊച്ചുമക്കൾ. ജെറുസലേമിന്റെ പ്രത്യേകത ഇനി കടക്കാം. കുഞ്ഞു വായിച്ചു. ജെറൂസലേം എന്തായിത്തീരും? ഒരു പരിഭ്രമപാത്രമായി തീരും. എന്താ ഇതിൻ്റെ വിഷയം? ഇനി നിങ്ങൾ കേട്ടോണം. ജെറുസലേം ആസ്ഥാനമാക്കി 19 രാജാക്കന്മാർ, അതുപോലെ തന്നെ 21 രാജാക്കന്മാർ ഭരണം എവിടെ നടന്നു? യഹൂദിയിൽ നടന്നു. ആ കാലഘട്ടത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂതലത്തിലേക്ക് വരുന്നു. ആ കാലഘട്ടത്തിൽ റോമിൻ്റെ കൈസർമാർ ഫിലിസ്തീൻ ഇവർ അരക്കിയ പീലാത്തോസും ഹേരോദാവും. അന്നത്തെ സംഭവമാ 1ാം ലോക മഹായുദ്ധം. 1914 മുതൽ 17 വരെ 1ാം ലോക മഹായുദ്ധം. എന്ത് ചെയ്തെന്നറിയാമോ? ഇസ്രയേലിന് വേണ്ടി സ്തോത്രം ആദ്യത്തെ കൊടി ഉയർത്തുന്നു, അത്തിച്ചെടി. അത് കഴിഞ്ഞതിന് ശേഷം 39 മുതൽ 45 വരെ ബൈബിളും ചരിത്രവും. 39 മുതൽ 45 വരെ 2ാം ലോക മഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. അന്ന് ആറ്റം ബോംബ് ഉണ്ടാക്കിയത്, എല്ലാവരും വിജ്ഞാനത്തെ കൊടുക്ക്, ആറ്റം ബോംബ് ഉണ്ടാക്കിയത് ഒരു യഹൂദ ശാസ്ത്രജ്ഞനാണ്, ഡോക്ടർ ടിക്കോ ഫെർമി. അവനാ അമേരിക്കയിൽ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ആറ്റം ബോംബ് ഉണ്ടാക്കിയത്. യുദ്ധത്തെ മുടിവാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ചോദിച്ചു, അയ്യാ നീ താൻ യുദ്ധത്തെ കേൾപ്പെട്ട് ആറ്റത്തെ ഉണ്ടാക്കിയത്, നിനക്കെന്ത് വേണം? അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തോട് മറുതലിച്ചു, ഞങ്ങൾക്കിപ്പം ദേശമില്ല, ഞങ്ങൾക്കൊരു ദേശം തരണം. അപ്പോൾ ബ്രിട്ടനോട് ചേർന്നുകൊണ്ട് അമേരിക്ക ഒരു തീരുമാനമെടുത്തു. 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ യേശു ക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ 6 കാലുള്ള നക്ഷത്രത്തെ ഉയർത്തിക്കൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു. അത്തി തളർത്തു. കരമുയർത്തുന്നവർ